ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് നമുക്ക് തൊട്ടടുത്തുള്ള ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള ആ, കട്ടിക്കയം വാട്ടർഫാൾസാണ് ഏറ്റവും മനോഹരമായ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറേ വാട്ടർഫാൾസ് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. ഈരാറ്റുപേട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈരാറ്റുപേട്ടയിൽ നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് വരുന്ന വഴിക്കാണ്, ഒരു 3.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ. ഇവിടെ 5:30 മണി വരെയാണ് അതിൻ്റെ എൻട്രി, 5-5:15 വരെയാണ് അതിൻ്റെ എൻട്രി സമയം. ഇപ്പം ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇവിടെ ഫോറസ്റ്റിൻ്റെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ ഒക്കെ ചേർന്നിട്ട് ഇവിടെ റെസ്ട്രിക്ഷൻ വെച്ചത് വളരെ നന്നായിട്ട്, കാരണം വളരെ ഡേഞ്ചറായിട്ടുള്ള എന്നാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാട്ടർഫാൾസാണ്. ഇവിടെ റെസ്ട്രിക്ഷൻ വേണം. ഇവിടെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം. ഞാൻ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലത്തിലെ ഒരു ശബ്ദം കേൾക്കാം. അമ്പലത്തിലെയോ അല്ലെങ്കിൽ ചെറിയ കാവിലെയോ ശബ്ദമാണ് ആ കേൾക്കാം. ഇവിടെ മുഴുവനും വളരെ മനോഹരമാണ്. ഇതെന്തുകൊണ്ട് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് ഇവിടെ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്നറിയാം. കാരണം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ടയിലെ ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് ഒരുപാട് ധാരാളമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ ഈ ലിറിലിൻ്റെ പണ്ടത്തെ പരസ്യത്തിലൊക്കെ ഈ വാട്ടർഫാൾസ് വന്നിട്ട് നമ്മളൊരു ഒരു ഒരു പോണ്ട് പോലെ അവിടെ നിന്ന് കുറച്ച് താമര വിരിയിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അവിടെ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത്ര ഒറിജിനലായിട്ട്. എൻ്റെ ചുറ്റും വന്യമൃഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, താഴെ കാവുണ്ട്. ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ 5:30 മണി വരെയാണ്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അവിടുത്തെ അധികൃതരെല്ലാം 5:30 മണിക്ക്, ഇപ്പോൾ 5:30 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിൻ്റെ റെസ്ട്രിക്ഷനൊന്നും ഇത് ചെയ്യുന്നില്ല. നമ്മൾ പ്രിക്കോഷനോട് കൂടിയാണ് പോകുന്നത്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ടമിലിയൻസ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളുണ്ട്. അവർ റെസ്ട്രിക്ഷൻ വകവയ്ക്കാതെ ഇതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. കൊച്ചു കുട്ടികളാണ്, ഒരു 18-19 വയസ്സുള്ള കുട്ടികളാണ്. അവർ മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും വരുന്നത് ഡ്രങ്കണായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ അവരെല്ലാം വളരെ ഡ്രങ്കണായിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവർ. ഈ എക്സ്ട്രീമായിട്ടുള്ള, ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റടിക്കുകയാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങളുടെ ഓഡിയോയിൽ അതൊരു വരുന്നുണ്ട്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എഡിറ്റ് ചെയ്യാതെയാണ് അതിൻ്റെ മനോഹാരിത നിങ്ങളെ കാണിക്കുന്നത്. മുളം കാടുകൾക്ക് ഇടയിലൂടെയാണ് ആ കാറ്റ് വരുന്നതുകൊണ്ട് ഇത്രയും ശബ്ദം വരുന്നത്. മഴയില്ല, നിങ്ങൾക്ക് മഴയുടെ ഫീലിംഗാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത്രയും ഗോർജസ് ആയിട്ടുള്ള സ്ഥലം വേറെ ഇല്ല. ഞാൻ പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും, അതായത് കേരളത്തിൽ ഞാൻ പല സ്ഥലത്തും പോയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൈബ് ഉണ്ടാകുന്ന സ്ഥലമാണ്. നമുക്ക് കൂടുതൽ ട്രക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വണ്ടി ഇതുപോലെ പാർക്ക് ചെയ്തിട്ട്, ഇപ്പോൾ വണ്ടി അവിടെ ഏരിയയുടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വണ്ടി ഇതാ ഇവിടെ മനോഹരമായിട്ടിടാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെയൊന്നും റെസ്ട്രിക്ഷനൊന്നുമില്ല, ഒന്നുമില്ലായിരുന്നു. അതായത് ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പോലും നോക്കാതെ കിടക്കുന്നവർ. ഇപ്പം നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ സഹമന്ത്രി സുരേഷ് ഗോപി സാറിപ്പോൾ ഉണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് വളരെ നമുക്ക് ടൂറിസം ഡെവലപ്മെൻറ്റിനുള്ള വളരെ നല്ല സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. ഗോവയെക്കാളും വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ താഴേക്ക് പോകണം, ഞാനത് കാണിക്കാം. ഇത് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ആ താഴേക്ക് പോകുന്ന ആ വ്യൂ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇതിൽ എഡിറ്റ് ചെയ്തോ മറ്റൊന്നുമല്ല, ലൈവായിട്ട് നമുക്ക് കട്ടിക്കയം വാട്ടർഫാൾസ്, കേരള കട്ടിക്കയം വാട്ടർഫാൾസ് എന്ന് നമ്മുടെ ഗൂഗിൾ മാപ്സിൽ അടിച്ചാൽ കിട്ടുന്ന കട്ടിക്കയം വാട്ടർഫാൾസ് നമുക്ക് ഒരു എഡിറ്റിംഗും ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ.